നമസ്കാരം. വന്നേ വന്നേ വന്നല്ലോ വന്നല്ലോ സലാറ് സല 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 സലാറ് കണ്ടല്ലോ. എങ്ങനെയുണ്ട് സലാറ്? നിങ്ങൾ കണ്ടോ സലാറ്? പറയൂ പറയൂ എങ്ങനെയുണ്ട് സലാറ്? എങ്ങനെയുണ്ട് പറയൂ സലാറ്? സല 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 സലാറ്. സോ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. തുടക്കുന്നൊരു കാര്യം പറയാം. ആരും KGF ഒന്നും പ്രതീക്ഷിച്ചിട്ട് ആ വഴിക്ക് പോകണ്ട. സീരിയസ്ലി മാൻ. അയ്യോ, ആരും KGF പ്രതീക്ഷിച്ച് ആ വഴിക്ക് പോകരുത്. സ്നേഹം കൊണ്ട് പറയുന്നതാണ്. നിങ്ങൾ KGF പ്രതീക്ഷിച്ച് KGF തലയിൽ വെച്ചിട്ടാണ് ആ വഴിക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വല്ലാത്തൊരു ഡേഞ്ചറസ് സിറ്റുവേഷനിലാണ് നിൽക്കുന്നതെന്ന് പറയേണ്ടി വരും. KGF പ്രതീക്ഷിച്ച് നിങ്ങൾ ആ വഴിക്ക് പോയാൽ നിങ്ങൾക്ക് വല്ലാത്തൊരു ക്ഷീണം അനുഭവപ്പെടാനുള്ള സാധ്യത ഉണ്ട്. കാരണം ഇത് KGF പോലെയുള്ളൊരു കൈൻഡ് ഓഫ് സിനിമയല്ല. അയ്യോ, ഒരിക്കലും അല്ല. ദിസ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്. ഇത് കണ്ടു നോക്കിയാലും നിങ്ങൾക്ക് അതിൻ്റെ റീസൺ മനസ്സിലാവത്തുള്ളൂ. KGF എന്ന് പറയുന്നത് വേറെ യൂണിവേഴ്സാണ്. KGF എന്ന് പറയുന്നത് വേറെ റേഞ്ചിൽ നിൽക്കുന്ന ഒരു ഐറ്റമാണ്. KGF ഒക്കെ ഇറങ്ങിയ സമയത്ത് തിയേറ്ററിൽ കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാം, ആ സിനിമ നമുക്ക് സമ്മാനിച്ച ഒരു അനുഭവം ഉണ്ടല്ലോ, ഒരു ഉന്മാദം ഉണ്ടല്ലോ. തൊട്ടാൻ മുട്ടിയത് KGF-നൊന്നും തൊട്ടാൻ മുട്ടിയത്. അത് 1 ആയിക്കോട്ടെ 2 ആയിക്കോട്ടെ, തൊട്ടാൻ മുട്ടിയത്. എനിക്ക് പറ്റിയ അബദ്ധം മേ ബി അതായിരിക്കാം. ഞാൻ KGF-ന്റെ ഒരു റേഞ്ചൊക്കെ പ്രതീക്ഷിച്ചിട്ടല്ലേ സലാർ കാണാൻ വേണ്ടി പോയത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു തരത്തിലും ഈ സിനിമ വർക്കായിട്ടില്ല. ഞാൻ വിഷമത്തോടു കൂടിയിട്ടാണ് പറയുന്നത്, എനിക്ക് വർക്കായില്ല. ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് എൻഗേജിങ് ആയിട്ട് സുഖമായിട്ട് കണ്ടു തീർക്കാൻ വേണ്ടി പറ്റിയൊരു സിനിമയല്ല സലാർ. എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഈ സിനിമയ്ക്കകത്തുള്ള ചില സീനുകളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ചില പർട്ടിക്കുലർ സീനുകളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഫസ്റ്റത്തെ 2 പിള്ളേരുടെ ഒക്കെ സീന് നല്ല ഗംഭീരമായിരുന്നു. തുടങ്ങിയതൊക്കെ സ്റ്റാർട്ടിങ് വേറെ ലെവലായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ സീനുകൾ എടുത്തെടുത്ത് പറയുന്നില്ല, നിങ്ങൾ പോയി കണ്ടു നോക്ക്. പിന്നെ പൃഥ്വിരാജിൻ്റെ പാർട്ടും എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ പ്രശാന്ത് നീലിനെ ഞാൻ കുറ്റപ്പെടുത്താനൊന്നും താല്പര്യപ്പെടുന്നില്ല. പുള്ളി മോശം സംവിധായകനൊന്നും അല്ലല്ലോ. ഈ സിനിമയെ കുറിച്ചിട്ട് സംസാരിക്കണമെന്ന് മാത്രം. ഇതിൻ്റെ അകത്തുള്ള വിഷ്വലി ഉള്ള പരിപാടികളൊക്കെ ഗംഭീരമായിട്ടുണ്ട്. ടെക്നിക്കലി ഉള്ള പരിപാടികളൊക്കെ വളരെ റിച്ച് ആയിട്ട് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനൊന്നും പ്രത്യേകിച്ച് തെറ്റുകുറ്റങ്ങൾ പറയാനില്ല. പക്ഷേ ആസ് എ ഹോൾ ഒരു സിനിമ എന്നുള്ള രീതിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്മോ, എനിക്ക് വയ്യ സീരിയസ്ലി. പിന്നെ ഇതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. അതിനെ അങ്ങനെ മാത്രം നിങ്ങൾ കണ്ടാൽ മതി. ഇനി ഈ പ്രഭാസിൻ്റെ ഫാൻസൊക്കെ വന്നിട്ട് എന്നെ തെറി വിളിച്ചിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല കാര്യം. യു എൻജോയ്ഡ് ഇറ്റ് റൈറ്റ്? ഗുഡ്. എൻജോയ്. അത് നിങ്ങളുടെ അഭിപ്രായമല്ലേ, നിങ്ങളുടെ ആസ്വാദന രീതിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ വെരി ഗുഡ്. നിങ്ങൾ ഒരു തവണയും കൂടി ആ സിനിമ പോയിട്ട് കാണും, ആഘോഷിക്കൂ. അത്രേ പറയാനുള്ളൂ. എന്നെ വന്നിട്ട് തെറി വിളിച്ചതിൻ്റെ പേരിൽ എൻ്റെ മനസ്സൊക്കെ മാറി, ആസ്വാദനത്തിൻ്റെ രീതിയൊക്കെ മാറി, പെട്ടെന്നൊരു തിരിച്ചറിവൊക്കെ ഉണ്ടായി. സലാർ ഗംഭീരം എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് എത്താനൊന്നും പോണില്ല. എനിക്ക് അതുകൊണ്ട് വർക്കായില്ല എന്നുള്ളൊരു സംഭവം വളരെ ഓപ്പണായിട്ട് താഴ്മയോടുകൂടി തന്നെ പറഞ്ഞു ഒരു പ്രേക്ഷകൻ്റെ ഭാഗത്തുനിന്ന്. എന്തായാലും നല്ല വിഷമമുണ്ട്. ഞാനേ ഒരു സിനിമ ഭ്രാന്തനാണ്. ഭയങ്കരമായിട്ട് സിനിമയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സിനിമ നന്നാവണേ എന്ന് പറഞ്ഞിട്ട് പരമാവധി പോസിറ്റീവ് പറയാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത്, ആഗ്രഹിക്കാറുള്ളത്. നന്നാവാൻ വേണ്ടിയിട്ടാണ് നമ്മളെ. പക്ഷേ ഇപ്പോൾ ഇന്നലെ നേര് പോയി കണ്ടു, ഗംഭീര സിനിമയായിരുന്നു. ഡങ്കി കണ്ടു. അതൊരു എൻ്റർടൈനറായിട്ടാണ് എനിക്ക് ആക്ച്വലി തോന്നിയത്. ഒരിക്കലും നിരാശപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ സലാറും കൂടി നന്നാവുകയാണെന്നുണ്ടെങ്കിൽ ഹാട്രിക്കായിട്ട് നമുക്ക് 3 പടങ്ങളും ഗംഭീരമായി എന്ന് പറയാമെന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ ഇരുന്ന് ഇന്നലെ ഇരിക്കേണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് സലാർ കണ്ട സമയത്ത് ആ ഒരു മൂഡ് കംപ്ലീറ്റ്ലി പോയി. നമ്മളൊരു ടൈം ഇങ്ങനെ മാറ്റി വെച്ചിട്ട് സിനിമ കാണാൻ വേണ്ടി പോണ സമയത്ത്, അതും പ്രതീക്ഷ വെച്ചിട്ട് കാണാൻ വേണ്ടി പോകുന്ന സമയത്ത്, അതിനനുസരിച്ചിട്ട് ആ സിനിമയ്ക്ക് ഉയരാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സിനിമാ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ദുഃഖം തന്നെയാണ്. ആ ദുഃഖം എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ ഇപ്പോൾ ഉണ്ട് സലാർ കണ്ടതിന് ശേഷം. പിന്നെ പ്രഭാസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പുള്ളിയോട് വിരോധമൊന്നുമില്ല. നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കരുത്. പ്രഭാസിനോട് എന്തിനാണ് വിരോധം? പാവൊരു മനുഷ്യൻ. പക്ഷേ ബാഹുബലിക്ക് ശേഷം പുള്ളിയുടെ പോക്ക്
കുറച്ച് പ്രശ്നമാണ്. പുള്ളി സലാറിലെങ്കിലും തിരിച്ചു വരട്ടെ എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. നന്നാവണം എന്ന് തന്നെയാണ് ആശംസിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതും എനിക്കറിയില്ല എവിടെ ചെന്ന് പോയി നിൽക്കുന്നുള്ളത്. മേ ബി കളക്ഷനൊക്കെ കിട്ടുമായിരിക്കും, ഫാൻസൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷേ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. പിന്നെ പ്രഭാസ് ആസ് ആൻ ആക്ടർ, ഞാൻ അഭിനയിക്കാൻ ഭയങ്കര കഴിവുള്ള ഒരാളായതുകൊണ്ട് പറയുന്നതല്ല, പക്ഷെ പ്രേക്ഷകരുടെ അഭിപ്രായം പറയാമല്ലോ. ഈ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ക്ലോസ് ഷോട്ട്സ് ഒക്കെ പുള്ളിയുടെ മുഖത്തേക്ക് വെക്കുന്ന സമയത്ത്, ഇപ്പോൾ പുള്ളിയുടെ ഈ ഇമോഷണൽ സീൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അത് എന്തായിക്കോട്ടെ, എന്ത് ഇമോഷൻ ആയിക്കോട്ടെ, പുള്ളി പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് പുള്ളിയുടെ ഫേസിൽ ഈ എക്സ്പ്രഷൻസ് കാര്യമായിട്ട് അങ്ങോട്ട് പ്രകടമാവുന്നില്ല. അത് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. സീരിയസ്ലി എനിക്കത് മനസ്സിലാവുന്നില്ല എന്താണെന്നുള്ളത്. അഭിനയം പഠിപ്പിച്ചു കൊടുക്കാൻ ഞാനാണല്ല, ബട്ട് സ്റ്റിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, ചില ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് ഒരു ക്യാരക്ടർ ഒരു സാധനം പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ഒബ്വിയസ്ലി ബോഡി ലാംഗ്വേജിലും ഫേസിലും ഒക്കെ ഭാവവ്യത്യാസങ്ങൾ ആക്ച്വലി ഉണ്ടാവുമല്ലോ. അത് പുള്ളിയുടെ ഭാഗത്തുനിന്ന് ആക്ച്വലി കാണുന്നില്ല. ബാഹുബലിക്ക് ശേഷം പുള്ളിക്ക് എന്ത് പറ്റിയെന്നുള്ളത് അറിയില്ല. ഐ ഡോണ്ട് നോ, ബാഹുബലിക്ക് ശേഷം പുള്ളിക്ക് എന്ത് പറ്റിയെന്നുള്ളത് അറിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നടനാണ്. ബാഹുബലിക്ക് ശേഷം എനിക്ക് പുള്ളി ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് നന്നായിരുന്നു. അത് ആ സിനിമയാണ് മെയിൻ, രാജമൗലിക്കാണ് മെയിൻ അപ്രിസിയേഷൻ കൊടുക്കേണ്ടത്. പക്ഷെ അതിന് ശേഷം പുള്ളി ചെയ്തു വെച്ചിരിക്കുന്ന പരിപാടി, സെലക്ട് ചെയ്യുന്ന സിനിമകൾ, അതിൽ അഭിനയിക്കുന്ന രീതികളൊക്കെ ആണെന്നുണ്ടെങ്കിലും, സലാർ ഇപ്പം ഞാൻ പ്രശാന്ത് നീൽ എന്ന് പറയുന്ന സംവിധായകനെ ഒരിക്കലും മോശം പറയില്ല. ബിക്കോസ് അതൊന്നും ഒരിക്കലും ഒരു സിനിമ കൊണ്ട് നമുക്ക് ആ ഡയറക്ടറെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം അയാളുടെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് വേറെയാണ്. മേ ബി മൂപ്പര് ഈ സിനിമ കൊണ്ട് ഉദ്ദേശിച്ചത് ഒരു വേൾഡ് ബിൽഡിംഗ് എന്ന് പറയുന്നൊരു സംഭവമായിരിക്കും. രണ്ടാമത്തെ പാർട്ട് വരണ സമയത്ത് വളരെ എൻഗേജിങ് ആയിട്ട് ഗംഭീരം ആക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് ഈ സലാർ കാണാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ പ്രതീക്ഷ പോലുള്ളൊരു പ്രതീക്ഷയല്ല സെക്കൻഡ് പാർട്ടിനോട് ഞാൻ വെക്കുന്നത്. കുറച്ച് താഴേക്ക് തന്നെയാണ് ആ പ്രതീക്ഷ വെക്കുന്നത്. ബട്ട് സ്റ്റിൽ ആ ഡയറക്ടറോട് ഉള്ളൊരു പ്രതീക്ഷ നമുക്ക് കൈവിട്ടിട്ടൊന്നുമില്ല, ഒരിക്കലും കൈവിടേണ്ട കാര്യമില്ല. ബിക്കോസ് നമുക്കറിയാം പണി അറിയാവുന്ന ഒരാളാണെന്നുള്ളത്. അപ്പോൾ വേൾഡ് ബിൽഡിങ്ങിൻ്റെ ഭാഗമായിട്ടാണെന്നുണ്ടെങ്കിലും ഈ സിനിമയ്ക്കകത്ത് മെല്ലെയാണ് പറഞ്ഞു പോകുന്നത്, മെല്ലെ. ആ ഒരു ഞാൻ പൊതുവേ പല സിനിമകളും മെല്ലെപ്പോക്കാണെന്നുണ്ടെങ്കിലും ആ മെല്ലെപ്പോക്ക് അനിവാര്യമാണ്, അല്ലെങ്കിൽ ആ മെല്ലെപ്പോക്കിനെ ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. ആ മെല്ലെപ്പോക്ക് എനിക്കൊരു ലാഗായിട്ട് അനുഭവപ്പെടാറില്ല, അല്ലെങ്കിൽ അതൊരു ബോറായിട്ട് എനിക്ക് അനുഭവപ്പെടാറില്ല. പക്ഷെ ഇതിൻ്റെ അകത്ത് ഈ മെല്ലെയുള്ളൊരു പോക്ക് ഞാനെന്ന പ്രേക്ഷകന് നല്ല രീതിക്ക് ബാധിച്ചിട്ടുണ്ട്. ആ ഒരു മെല്ലെപ്പോക്കിനെ എനിക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ ഇത് കേട്ടിട്ട് ഇത് നമ്മൾ നേരിൻ്റെ ഫാൻസാണ്, ഡങ്കിയുടെ ഫാൻസാണ്, അതുകൊണ്ട് ഇങ്ങനെ പറയണമെന്നൊന്നും പറഞ്ഞുകൊണ്ട് ദയവ് ഇത് വരരുത്. എൻ്റെ റിവ്യൂസ് കാണുന്ന ആളുകൾക്ക് നന്നായിട്ട് അറിയാം ഞാൻ എങ്ങനെയാണ് റിവ്യൂ പറയുക, ഞാൻ എങ്ങനെ പോസിറ്റീവ് പറയും, എങ്ങനെ നെഗറ്റീവ് പറയും എന്നൊക്കെ. സോ വെറുതെ വന്ന് ജഡ്ജ് ചെയ്തിട്ട് കാര്യമില്ല. പേഴ്സണലി ഞാനിപ്പോൾ ഇതെങ്ങനെ ഇരിക്കുന്നത് തന്നെ കണ്ടില്ല. ഞാൻ വളരെ ദുഃഖത്തിലിരിക്കുകയാണ്. നല്ല ക്ഷീണമുണ്ട്, വയ്യ. പിന്നെ ഇതിൻ്റെ അകത്ത് ശ്രുതി ഹസൻ്റെ ക്യാരക്ടർ, എനിക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷയോട് വലിയ കുഴപ്പമൊന്നുമില്ല, അതൊരു ഭാഷയായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ അകത്ത് പുള്ളിക്കാരിയുടെ ഒരു ക്യാരക്ടർ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇടയ്ക്കിടയ്ക്കല്ല, പുള്ളിക്കാരിയുടെ സീൻസ് ഇടയ്ക്ക് വരുമ്പോൾ തമിഴിൻ്റെ സംസാരിച്ചാൽ മതി എന്ന് തോന്നി. പെട്ടെന്ന് മൂഡ് ഇങ്ങനെ മാറുമ്പോഴേ ആൾ പെട്ടെന്ന് ഇംഗ്ലീഷ് പറയുന്ന സമയത്ത് ആ സിനിമയുടെ ഒരു മൂഡ് പോണ പോലെ എനിക്ക് തോന്നി. ആ ക്യാരക്ടർ അങ്ങനെ ആയിരിക്കും, ബട്ട് സ്റ്റിൽ എനിക്ക് തോന്നിയൊരു കാര്യം പറയുന്നത്, ആൾ വന്ന് പെട്ടെന്ന് ഇങ്ങനെ ഇംഗ്ലീഷൊക്കെ പറയുന്ന സമയത്ത് പെട്ടെന്ന് അയ്യോ സെറ്റാവണില്ലല്ലോ എന്നുള്ളൊരു സംഭവം. ഞാൻ വീണ്ടും പറയണം, അവരുടെ ഇംഗ്ലീഷ് അല്ല എനിക്ക് പ്രശ്നം, അവരും അല്ല എനിക്ക് പ്രശ്നം. ആ ഒരു സിനിമയ്ക്കകത്ത് ആ ഒരു ക്യാരക്ടർ പരിപാടികൾ എനിക്ക് അത്ര കാര്യമായിട്ട് പറ്റിയില്ല. എൻ്റെ മാത്രം അഭിപ്രായമാണ്. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. ദാറ്റ്സ് ഇറ്റ്.